My friend, I want to talk to you about how you can get God's help for everything. സകല കാര്യങ്ങളിലും നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തിന്റെ സഹായം സ്വന്തമാക്കാനാകും എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. If you read Isaiah 41 and verse 13, നിങ്ങൾ യെശയ്യാവ് 41:13 വായിക്കുകയാണെങ്കിൽ there you find the Lord saying, അവിടെ കർത്താവ് ഇപ്രകാരം പറയുന്നത് നിങ്ങൾക്ക് കാണാം. I am the Lord your God. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ I will take hold of your right hand, നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് and I am saying to you, നിന്നോട് പറയുന്നു, do not fear. ഭയപ്പെടേണ്ട, I will help you. ഞാൻ നിന്നെ സഹായിക്കും. God says, I will help you. ദൈവം പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. Everywhere you go, you have a help desk. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഒരു ഹെൽപ്പ് ഡെസ്ക് കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. Most of these places will have the desk but not the person to help. എന്നാൽ ഇതുപോലെയുള്ള ഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഡെസ്ക് ഉണ്ടായിരിക്കും, എന്നാൽ സഹായിക്കാനുള്ള വ്യക്തി ഉണ്ടായിരിക്കില്ല. And even if you stand there, they will be talking amongst നിങ്ങൾ themselves. സഹായം അഭ്യർത്ഥിച്ച് അവിടെ നിന്നാലും അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടേയിരിക്കും. But because in the help desk, to help others is the last priority for those who are behind the desk. കാരണം പലപ്പോഴും ഹെൽപ്പ് ഡെസ്ക് എന്നെഴുതിയതിന് പിന്നിലിരിക്കുന്നവർ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിന് അത്രമാത്രം പ്രാധാന്യമൊന്നും നൽകുന്നില്ല. Because it's only advice. കാരണം അവർ വെറും ഉപദേശമാണ് നൽകുന്നത്. They don't have to accomplish anything. അവർക്ക് യാതൊന്നും പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ല. They will point to some other direction. അവർ മറ്റേതെങ്കിലും ദിശയിലേക്ക് കൈ ചൂണ്ടിക്കാണിക്കും. But God says, എന്നാൽ ദൈവം പറയുന്നു, I will help you. ഞാൻ നിന്നെ സഹായിക്കും. I am the Almighty God. ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. I am waiting behind the help desk to help you. ഞാൻ നിന്നെ സഹായിക്കുവാൻ ഹെൽപ്പ് ഡെസ്കിന് പിന്നിൽ കാത്തു നിൽക്കുകയാണ്. What should you do? നീ എന്താണ് ചെയ്യേണ്ടത്? Call unto me, നീ എന്നെ വിളിച്ചപേക്ഷിക്കണം, and I will answer. ഞാൻ നിനക്ക് ഉത്തരം അരുളും. You don't even need to come to the help desk. നീ ഹെൽപ്പ് ഡെസ്കിന് അരികിലേക്ക് വരേണ്ട കാര്യം പോലുമില്ല. Just call. നീ എന്നെ വിളിച്ചപേക്ഷിച്ചാൽ മതി. Wherever you are, just നീ call, എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് എന്നെ വിളിക്കൂ. and I will come to you. ഞാൻ നിന്റെ അരികിലേക്ക് വരും. I will come to you. ഞാൻ നിന്റെ അടുക്കൽ വരും. If 2 or 3 gather together in my name, I will be there. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടാകും. That is the heart of God. അതാകുന്നു ദൈവത്തിന്റെ ഹൃദയം. And all we have to do is to come to the throne of നമ്മൾ grace. കൃപാസനത്തിനരികിലേക്ക് കടന്നു ചെല്ലണം. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. The scripture says, come to the throne of grace. തിരുവെഴുത്ത് പറയുന്നു, കൃപാസനത്തിനരികിലേക്ക് വരുവിൻ. Come to the throne of mercy. കൃപാസനത്തിനരികിലേക്ക് നിങ്ങൾ വരുവിൻ. God will not condemn you when you come to the help desk. നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിന് അരികിലേക്ക് വരുമ്പോൾ ദൈവം നിങ്ങളെ കുറ്റം വിധിക്കുകയില്ല. He will not say, you have not completed all these things, so I cannot ഞാൻ help you. ആവശ്യപ്പെട്ടതൊന്നും നീ ചെയ്തു തീർത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കില്ല എന്ന് ദൈവം He പറയില്ല. will make a way. ദൈവം ഒരു വഴി ഉണ്ടാക്കും. 1 Corinthians 10:13 says, 1 കൊരിന്ത്യർ 10:13 പറയുന്നു, even if you have done wrong, നിങ്ങൾ തെറ്റ് ചെയ്താലും ശരി, in the midst of all your temptations, നിങ്ങളുടെ സകല പരീക്ഷകൾക്ക് മധ്യത്തിലും all your നിങ്ങളുടെ trials, പ്രയാസങ്ങൾക്ക് നടുവിലും God will make a way of escape. നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു പോക്കുവഴി ദൈവം സൃഷ്ടിക്കും. Yes, Jesus says, I am the അത് way. യേശു പറയുന്നു, ഞാനാകുന്നു വഴി. I will make a way of escape from all these evil, ഇത്തരം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ നിങ്ങൾക്ക് ഒരു വഴി ഉണ്ടാക്കും. from all these ഈ temptations, പരീക്ഷകളിൽ നിന്ന് രക്ഷ നേടുന്നതിന്, from all these സകല trials. പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന്. Yes, I have the throne of അതെ, ഞാൻ grace. നിങ്ങൾക്ക് വേണ്ടി കൃപാസനം ഒരുക്കിയിട്ടുണ്ട്. Hebrews 4:16. എബ്രായർ 4:16. Yes, you will receive mercy and grace at my help desk. അതെ, എന്റെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും കരുണയും പ്രാപിക്കുവാൻ കഴിയും. When you come with a need, നിങ്ങൾ ഒരു ആവശ്യത്തോടു കൂടി എന്നെ സമീപിക്കുമ്പോൾ I will show mercy to forgive you, നിങ്ങളോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളോട് കരുണ കാണിക്കും. and I'll give you grace to strengthen you to accomplish everything. സകലതും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് കൃപ ലഭിക്കുന്നതിനെ ഞാൻ നിങ്ങളെ ശക്തീകരിക്കും. And you will have all my will accomplished, and you will have everything working unto good. നിങ്ങൾ എന്റെ ഹിതമെല്ലാം നിറവേറ്റും, സകലതും നിങ്ങൾക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. This is the heart of Jesus. ഇതാകുന്നു യേശുവിന്റെ ഹൃദയാഭിലാഷം. Come to Jesus. യേശുവിന്റെ അടുക്കൽ വരുവിൻ. Psalm 121, 1 and 2 says, സങ്കീർത്തനങ്ങൾ 121:1-2 വാക്യങ്ങൾ I പറയുന്നു, will lift up my eyes to the Lord. ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. My help comes from the Lord. എനിക്ക് ദൈവത്തിങ്കിൽ നിന്നാണ് സഹായം ലഭിക്കുന്നത്. He is the maker of heaven and earth. കർത്താവ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്. He will make everything for me.
കർത്താവ് സകലതും എനിക്ക് വേണ്ടി സൃഷ്ടിക്കും. Yes, many years ago, അതെ, നിരവധി വർഷങ്ങൾക്ക് മുൻപ് my father went through many challenges. എന്റെ പിതാവ് നിരവധി വെല്ലുവിളികളിലൂടെ കടന്നു പോകേണ്ടി വന്നു. And he was crying unto God for help. അദ്ദേഹം ദൈവത്തോട് സഹായത്തിനായി കേഴുകയായിരുന്നു. The Holy Spirit, in a supernatural way, lifted his spirit to heaven. പ്രകൃതിയാതീതമായ രീതിയിൽ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് He ഉയർത്തിക്കൊണ്ടുപോയി. made him stand by the throne of God, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപാകെ അദ്ദേഹത്തെ നിർത്തി. the throne of Jesus, യേശുവിന്റെ സിംഹാസനത്തിന് the മുൻപാകെ, throne of grace. കൃപാസനത്തിന് മുൻപാകെ And he saw the whole universe moving before the Lord Jesus. സർവപ്രപഞ്ചവും കർത്താവായ യേശുവിനെ വണങ്ങുന്നത് അദ്ദേഹത്തിന് വ്യക്തമായി കാണുവാൻ സാധിച്ചു. Every planet was coming എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. and they were revolving. അവ ചുറ്റിത്തിരിയുകയായിരുന്നു. In their path they were moving. ആ ഭ്രമണപഥത്തിലൂടെ അവ And ചലിക്കുകയായിരുന്നു. the earth moved. ഭൂമി ചലിക്കുകയായിരുന്നു. And every one of them, as they moved before his throne, it looked as though they were bowing down, worshipping him and moving by. യേശുവിന്റെ സിംഹാസനത്തിന് മുൻപാകെ എത്തുമ്പോൾ അവയെല്ലാം യേശുവിനെ വണങ്ങുന്നത് പോലെ, യേശുവിനെ നമസ്കരിക്കുന്നത് പോലെ കാണപ്പെട്ടു. Jesus said, യേശു പറഞ്ഞു, my son, എന്റെ മകനെ, don't you see how I control the whole ഞാൻ universe? സർവപ്രപഞ്ചത്തെയും എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് നീ കാണുന്നില്ലേ? Can I not control your small little life then? അങ്ങനെയെങ്കിൽ നിന്റെ ചെറിയ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ലേ? Go! നീ പോകൂ, I will perfect everything for ഞാൻ you. നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. I will help you. ഞാൻ നിന്നെ സഹായിക്കും. God helped him. ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. Yes, my friend. അതെ സ്നേഹിതന്മാരെ, God will help you also. ദൈവം നിങ്ങളെയും സഹായിക്കും. He is the one who is praying for you as a mediator before God. ദൈവത്തിന്റെ മുൻപാകെ ഒരു മധ്യസ്ഥനായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. In Hebrews 12:24, എബ്രായർ 12:24 his blood speaks good things for you. യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. All the goodness keeps coming because Jesus sacrificed himself and shed his blood for your blessing. നിങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി യേശു തന്നെത്താൻ ഒരു യാഗബലിയായി അർപ്പിച്ച് രക്തം ചിന്തിയതുകൊണ്ട് സകല നന്മകളും നിങ്ങളെ തേടി വരുന്നു. All good things will come. സകല നന്മകളും നിങ്ങളെ തേടി വരും. He will help you. കർത്താവ് നിങ്ങളെ സഹായിക്കും. Do not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. I want to pray for you right now. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. Father, പിതാവേ, I pray your goodness which you have planned for your son, your daughter, to come upon them right now in Jesus' name. അങ്ങയുടെ മകനും മകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന സകല നന്മകളും യേശുവിന്റെ നാമത്തിൽ അവർക്കിപ്പോൾ ലഭിക്കട്ടെ. Help them, Lord. അവരെ സഹായിക്കണമേ. Help them. അവരെ സഹായിക്കണമേ. Give them strength അവർക്ക് ശക്തി നൽകണമേ. and perfect everything. അവർക്ക് വേണ്ടി അങ്ങ് സമാപ്തി വരുത്തണമേ. Deliver them. അവരെ വിടുവിക്കണമേ. Protect them. അവരെ സംരക്ഷിക്കണമേ. Heal them. അവർക്ക് സൗഖ്യം നൽകണമേ. Transform them. അവരെ രൂപാന്തരപ്പെടുത്തണം. And keep them in your bosom as your children. അങ്ങയുടെ മക്കളെന്ന നിലയിൽ അങ്ങ് അവരെ മാറോട് ചേർത്ത് കാത്തു പരിപാലിക്കണമേ. Let them have a great peaceful future. അവർക്ക് സമാധാനം നിറഞ്ഞ ഭാവി ജീവിതം ഉണ്ടാകട്ടെ. From now on, let these blessings come ഈ upon them. നിമിഷം മുതൽ ഈ അനുഗ്രഹങ്ങൾ അവരെ തേടി വരട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. God bless you. യേശു വിളിക്കുന്നു ബിസിനസ് അനുഗ്രഹ പദ്ധതി. നിങ്ങളുടെ കടയുടെയും കച്ചവടത്തിന്റെയും തൊഴിലിന്റെയും വ്യവസായത്തിന്റെയും പേരും പ്രാർത്ഥനാപേക്ഷകളും നൽകിക്കൊണ്ട് നിങ്ങൾ ഈ പദ്ധതിയിൽ ചേരുമ്പോൾ യേശു വിളിക്കുന്നു ശുശ്രൂഷയിൽ ഡോക്ടർ പോൾ ദിനകരനും കുടുംബാംഗങ്ങളും യേശു വിളിക്കുന്നു പ്രാർത്ഥനാ പടയാളികളും നിങ്ങളുടെ ഉപജീവന മാർഗത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി ഓരോ ദിവസവും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതാണ്. ഈ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ തൊഴിലിന്റെയും കച്ചവടത്തിന്റെയും സകല ആവശ്യങ്ങളും നിറവേറ്റും. മാത്രമല്ല, ഇതിൽ ചേരുന്നതിലൂടെ നിങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീർ ഒപ്പുന്നതിനാൽ തീർച്ചയായും അവർ പ്രാപിച്ച സകല അനുഗ്രഹവും നിങ്ങൾക്ക് സ്വന്തമാകും. ഈ പദ്ധതിയിൽ അംഗങ്ങളായി ചേരുന്നതിന് www.jesuscalls.org എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള പ്രാർത്ഥനാ ഗോപുരം സന്ദർശിക്കുവിൻ. ബിസിനസ് അനുഗ്രഹ പദ്ധതിയിൽ നിങ്ങളുടെ ബിസിനസ് യേശുവിന്റെ അനുഗ്രഹീത കരങ്ങളിൽ സുരക്ഷിതമാണ്.